ജോ ബൈഡന്റെ പിന്മാറ്റത്തിനും മത്സരരംഗത്തേക്കുള്ള കമലാ ഹാരിസിന്റെ വൈകിയുള്ള കടന്നുവരവിനുമിടയിൽ ഡെമോക്രാറ്റുകൾക്ക് ആശ്വാസകരമാകുന്ന വാർത്തകളാണ് അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്നത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനേക്കാൾ നേരിയ പോയിന്റിന് മുന്നിലാണ് നിലവിൽ കമലയെന്നാണ് പോൾ സർവേ സൂചിപ്പിക്കുന്നത്. ഇന്ന് രാത്രിയോടെ ദേശീയ കൺവെൻഷൻ ആരംഭിക്കാനിരിക്കെ കമലാ ഹാരിസിന്റെ മുന്നേറ്റം ഡെമോക്രാറ്റുകൾക്ക് ചെറുതല്ലാത്ത ഊർജ്ജം നൽകുന്നുണ്ട്. ഇന്ന് നടക്കുന്ന കൺവെൻഷനിലാകും കമല ഔദ്യോഗികമായ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നോമിനേറ്റ് ചെയ്യപ്പെടുക. ഏറ്റവും പുതിയ പോൾ പ്രകാരം കമലാ ഹാരിസിന് 49 പോയിന്റാണുള്ളത്. 45 പോയിന്റാണ് ട്രംപിനുള്ളത്. കഴിഞ്ഞ ജൂലൈയിലെ പോളിൽ ട്രംപിന് 43 പോയിന്റും ബൈഡന് 42 പോയിന്റുമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രവാചനതീതമായ മിഷിഗൺ, പെൻസിൽവാനിയ, വിസ്കോയിൻ, നോർത്ത് കരോലിന, ജോർജിയ, അരിസോണ, നൊവാഡ എന്നീ 7 സ്റ്റേറ്റുകളിലാകും പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിൽ നിർണായകമാകുക. ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ഈ സ്റ്റേറ്റുകളിലെല്ലാം അടിത്തട്ടുകളിൽ നിന്ന് തന്നെ ഹാരിസ് പിന്തുണ നേടിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് നടക്കുന്ന കൺവെൻഷന്റെ തുടർ സംവാദങ്ങളിലും കമലാ ഹാരിസിന്റെ നിലവിലെ ലീഡ് നിലനിർത്താനായാൽ പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തുമെന്നാണ് സൂചനകൾ. അതേസമയം കമലാ ഹാരിസിനെതിരെ വ്യക്തി അധിക്ഷേപവുമായി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഒരു ഇലക്ഷൻ റാലിയിൽ വെച്ച് കമലയുടെ രൂപത്തെ പരിഹസിച്ചുകൊണ്ടാണ് ട്രംപ് രംഗത്തെത്തിയത്. ടൈം മാഗസിന്റെ കവർ ചിത്രമായി വന്ന കമലയുടെ ഫോട്ടോഗ്രാഫിനെ കളിയാക്കുകയായിരുന്നു ട്രംപ്. ഈ ഫോട്ടോ കണ്ടപ്പോൾ കമലയേക്കാൾ ഭംഗി തനിക്കുണ്ടെന്ന് തോന്നി. കമലയുടെ ഫോട്ടോ ഒന്നിനും കൊള്ളില്ലാത്തതുകൊണ്ടും മാഗസിന്റെ പബ്ലിഷർമാർക്ക് നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരാളെ കൊണ്ടുവരേണ്ടി വന്നുവെന്നും ട്രംപ് പരിഹസിച്ചു.